ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കാർഡ്ബോർഡിൽ എങ്ങനെ സിമ്പിളായിട്ട് നമുക്കൊരു അടിപൊളി പുൽക്കൂട് ഉണ്ടാക്കാൻ നോക്കിയാലോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഞാൻ ഇവിടെ ഈ ഒരു ടൈപ്പുള്ള ഒരു ബോക്സ് ആട്ടോ എടുത്തത്. അപ്പോൾ ചെറിയ ബോക്സാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകൾ ഭാഗം ആ ഒരു സൈഡിലുള്ള ഈ ഭാഗങ്ങളൊക്കെ നമുക്കൊന്ന് മുറിച്ച് കളയണം കേട്ടോ. അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു ബ്ലേഡ് എടുത്തിട്ട് അതിൻ്റെ 4 വശത്തുള്ള ആ ഒരു ഭാഗവും പിന്നെ അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ഇതേപോലെ മുറിച്ചെടുക്കുന്നുണ്ടേ. അപ്പോൾ അതിൻ്റെ ബാക്കിലൊരു പീസും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അതിപ്പോൾ ഞാൻ മാറ്റി വെച്ചു. ഇനി നമുക്ക് ഇതേപോലെ കാർഡ്ബോർഡിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ലെയറായിട്ട് കിടക്കുന്ന ഇതേപോലെ ഒരു ഷീറ്റ് ഉണ്ടാവും. അതും കാർഡ്ബോർഡിൽ തന്നെ നമുക്ക് എടുക്കാം. അപ്പോൾ ഞാനതൊന്ന് ബാക്കിൽ ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ സൈഡിൽ നിന്ന് 4 സൈഡിൽ നിന്ന് 4 പീസ് കെട്ടിയെടുത്തില്ലേ, അതിൽ ഇതേപോലെ ഒരു പീസ് എടുത്തിട്ട് അതിന് മുകൾ ഭാഗത്ത് ഞാൻ ഇതേപോലെ ഒന്ന് സെല്ലോ ടേപ്പ് വെച്ച് ഒന്ന് 2 സൈഡും ഞാൻ ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതേപോലെ ആയിട്ട് വയ്ക്കുമ്പോൾ കറക്റ്റായിട്ട് നിൽക്കണില്ല. ഞാൻ പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മളങ്ങ് ഒട്ടിച്ചു കൊടുത്ത്. ഓക്കെ, എന്നിട്ട് നമ്മൾ 2 സൈഡിൽ ഇതേപോലെ ഒരു ജനലിൻ്റെ രീതിയിലൊന്ന് സ്ക്വയർ ടൈപ്പിലൊന്ന് വെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇവിടെ എന്ത് ജോലി ചെയ്യുകയാണെങ്കിലും ഇവൾ എൻ്റെ അടുത്തുണ്ടാവും. എൻ്റെ ഹെൽപ്പറാണത്. എന്നിട്ട് നമ്മൾ മുകൾ ഭാഗത്തുനിന്ന് വെട്ടിയെടുത്ത ഒരു ഭാഗവും പിന്നെ അതിൻ്റെ ഉള്ളിൽ വേറെ ഷീറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ലായിരുന്നോ, ആ ഒരു ഭാഗവും ഇതേപോലെ ഇങ്ങനെ നേരെ പോലെ വെച്ചിട്ട് നമുക്ക് ആ ഒരു സെൻറ്റർ ഭാഗത്തുനിന്ന് സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മേൽക്കൂര പോലെ ഇങ്ങനെ സെറ്റായിട്ട് കിട്ടും കേട്ടോ. അത് നിങ്ങൾ എന്നിട്ട് ഗം എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ആ ഒരു 2 സൈഡിലും നിങ്ങൾ കറക്റ്റായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഓക്കെ, എന്നിട്ട് നമ്മൾ ജനലിൻ്റെ ആ ഒരു കമ്പിയായിട്ട് ഇതേപോലെ കുറച്ച് കാർഡ്ബോർഡ് പീസ് നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട്. അതിനി ഓരോന്നായിട്ട് അവിടെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ 2 സൈഡിലും നമ്മൾ ജനലിൽ നമ്മൾ സെറ്റാക്കി ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇതേപോലെ പുൽക്കൂടിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര പനിയാട്ടോ, അതാണ് കേട്ടോ സൗണ്ട് ഇങ്ങനെ. എന്നിട്ട് നമ്മൾ ഇതേപോലെ വൈക്കോലെടുത്തിട്ട് ഇതേപോലെ ഇങ്ങനെ നൂല് വെച്ച് ഇതിങ്ങനെ ഒന്ന് സെറ്റാക്കി വെച്ചെടുത്താൽ മതി. അപ്പോൾ ഈ കാറ്റൊന്നടിക്കുമ്പോൾ പാറിപ്പോവുക ഇളകിപ്പോവുക അങ്ങനെയൊന്നുമില്ല. അതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വൈക്കോൽ കിട്ടിയില്ല എന്ന് വെച്ചാൽ നമുക്ക് ഷോപ്പിൽ നിന്ന് ഈ ബ്രൗൺ പേപ്പറിൽ ഒരു കവർ കിട്ടുമല്ലോ, അപ്പോൾ അതിങ്ങനെ നീളത്തിൽ മുറിച്ചിട്ട് അത് വെച്ചെടുത്താലും മതി കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്കിൽ ഇതേപോലെ സ്പേസ് ഉണ്ടായിരുന്നു. അവിടെ ഞാൻ ഇതേപോലെ ആ ജനലിൽ യൂസ് ചെയ്ത പോലെ കാർഡ്ബോർഡ് നമ്മളിങ്ങനെ വെട്ടിയിട്ട് ഒട്ടിച്ചു കൊടുത്തായിരുന്നു. അപ്പോൾ നമ്മൾ കാർഡ്ബോർഡ് ബോക്സ് വെട്ടിയെടുത്തതിൽ കുറച്ച് പീസും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ച് ഞാനൊരു സ്റ്റാറും കൂടെ ഉണ്ടാക്കി ഞാൻ കളർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ജാമ്പുവാൻ്റെ കാലത്തുള്ള ഉണ്ണിയേശും കൂട്ടരാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് ഇതിനൊക്കെ ഒന്ന് കളർ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഇവിടെ എല്ലാവരെയും കളറൊക്കെ ചെയ്ത് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇവരെ ആ ഒരു പുൽക്കൂടിൽ നമുക്ക് സെറ്റാക്കി വെക്കണം. അപ്പോൾ ഏറ്റവും മുകളിലായിട്ട് മാലാകെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ബാക്കിയുള്ളവരെ ഞാൻ ആ ഒരു പുൽക്കൂടിൽ ഞാൻ അടിപൊളിയാക്കി ഞാൻ എൻ്റെ ഒരു രീതിയിൽ വെച്ചിട്ടുണ്ട്. ഇങ്ങനെയാണോന്ന് അറിഞ്ഞൂടാ കേട്ടോ. അപ്പോൾ എത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ വീട്ടിലുള്ളൊരു ക്രിസ്മസ് ട്രീയും കൂടെ അതിൻ്റെ അടുത്ത് വെക്കുന്നുണ്ട്. ഇപ്പം അതിൽ ഉണ്ണിയേശൊക്കെ 4 കഷ്ണമായിട്ടാണ് കിടക്കുന്നത്. പിന്നെ അതിലുള്ള ആൾക്കാരൊക്കെ എൻ്റെ ബെഡിലും പല സ്ഥലത്തായിട്ട് വലിച്ചെറിഞ്ഞിട്ടേക്കാണ്. വീട്ടിൽ കുരുത്തം കെട്ട ഓരോന്നുണ്ടെങ്കിൽ പുൽക്കൂട്ടിലൊന്നും കാണൂല. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു പുൽക്കൂട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ട് നമുക്കിത് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ അതിൽ നമ്മൾ കുറച്ച് ലൈറ്റ്സൊക്കെ വാങ്ങി നമ്മൾ അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ലൈറ്റ്സൊക്കെ അറേഞ്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഇതേപോലെ പുൽക്കൂടും ഇതൊക്കെ കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമാണ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കിടിലം വീഡിയോസായി കാണും വരെ ബൈ ബൈ.